രാംചരണിന്റെ പെദ്ദി ഈ സിനിമ കാണാൻ പോയ വലിയൊരു കഥയാണ്. അതായത് ആക്ച്വലി ആലപ്പുഴ പാൻ സിനിമാസിലാണ്, സ്ക്രീൻ 2 ആണ്. രാവിലെ 10 മണിക്കായിരുന്നു ഷോ. ഞാനപ്പോൾ രാവിലെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നേരെ തിയേറ്ററിൽ വന്നു. അകത്ത് കയറിയപ്പോഴാണ് പറയുന്നത് മിനിമം 10 പേരെങ്കിലും വേണം ഷോ തുടങ്ങാൻ. മലയാളത്തിൽ ഷോലെ എന്ന് പറഞ്ഞ മൂവി ഇറങ്ങിയതാണ് 2022. അതിന്റെ ഡയറക്ടർ, പിന്നെ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ, പിന്നെ നമ്മുടെ ബിഗ് ബോസിലെ സിജോ, അങ്ങനെ ഒരു 5-6 പേര് ഞങ്ങളായി. പിന്നെയും വേണം 4 പേര്. പിന്നെ എന്ത് ചെയ്തു, ഒരു 3-4 ടിക്കറ്റും കൂടെ എക്സ്ട്രാ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഒന്ന് ആള് തികഞ്ഞു വന്നപ്പോഴത്തേക്ക് ഏകദേശം 10 അടുത്തായി. അതേ കയറി കഴിഞ്ഞപ്പോൾ സിനിമ ഓൾറെഡി സ്റ്റാർട്ടായി 10 മണിക്ക്. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷനാണ് പിന്നെ ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഇത്രയും എക്സ്ട്രാ ടിക്കറ്റും എടുത്ത് ഞങ്ങൾ ഇത്ര നേരം വെയിറ്റും ചെയ്തിട്ട് ആ സിനിമ അങ്ങനെ പകുതിക്കാണെന്ന് ശരിയല്ല. അപ്പൊ ഞങ്ങൾ ഓപ്പറേറ്ററിനെ വിളിച്ച് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഓപ്പറേറ്റർ റൂമിൽ പോയി അവിടെ പുള്ളിയോട് നേരിട്ട് പറഞ്ഞു. ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഡയറക്ടർ ഓപ്പറേറ്ററിന്റെ അടുത്തും ചെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഏകദേശം ഒരു 15 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ആ സിനിമ നിർത്തി റീലോഡ് എന്തോ ചെയ്യണമായിരുന്നു. അങ്ങനെ റീലോഡ് ചെയ്ത് റീഫ്രഷ് എന്തൊക്കെ ചെയ്ത് ഏകദേശം ഒരു 10-25 ആയപ്പം സിനിമ വീണ്ടും വിട്ടു. അങ്ങനെ സിനിമ കണ്ടു തുടങ്ങി. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് അപ്പോഴേ അങ്ങ് തിരിച്ചു പോയാൽ മതിയായിരുന്നു. എന്തായാലും സിനിമയുടെ റിവ്യൂയിലേക്ക് ഞാൻ വരാം. ഇതിനകത്ത് ബോർഡ്സ് ഒക്കെ മലയാളത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. പല ബസ്സിന്റെ ബോർഡുകൾ, അങ്ങനെയുള്ള പല ബോർഡുകളും മലയാളത്തിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. മലയാളത്തിലായിട്ട് അത് ഗ്രാഫിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കഥ നടക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപടത്തിൽ എവിടെയും മാർക്ക് ചെയ്തിട്ടില്ലാത്ത ഒരു സ്ഥലത്താണ്. മലയടിവാരം എന്നാണ് അവർ വിളിക്കുന്ന ആ സ്ഥലത്തിന് വിളിക്കുന്ന പേര്. ആ നാട്ടുകാരെ വിളിക്കുന്നത് മലയടിവാരക്കാരെന്നാണ്. ഇവരുടെ ഈ നാട്ടിലേക്ക് പോകാൻ പ്രത്യേകിച്ച് റോഡ് റൂട്ടോ ബസ് റൂട്ടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. മല കുറെ നേരം കയറി വേണം ഇവരുടെ നാട്ടിലേക്ക് പോകാൻ. അവിടെയാണ് നമ്മുടെ കഥയിലെ നായകൻ പെദ്ദി എന്ന് പറയുന്ന ആൾ താമസിക്കുന്നത്. ഈ പെദ്ദി എന്ന് പറയുന്നത് മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ കഥ നടക്കുന്ന 1990-ലാണ്. സോ അപ്പം ക്രിക്കറ്റ് ഒക്കെ ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലേക്ക് നല്ല രീതിയിൽ ചൂട് പിടിച്ച് ഭയങ്കര ഒരു ആവേശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലം. അപ്പൊ ഇയാൾ കൂലിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരാളാണ്. പിന്നെ ഈ ശർക്കര ഫാക്ടറിയിൽ വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശർക്കര ഫാക്ടറിയിൽ വിജയനഗരക്കാർക്ക് ഒരാൾക്ക് കൂലിയും മലയാടിവാരക്കാരാണെങ്കിൽ 2 പേർക്ക് കൂടെ ഒരാളുടെ കൂലിയോ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ. സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. മലയാടിവാരക്കാരെ ആരും വകവയ്ക്കുന്നില്ല. അവർക്ക് ഒരു അഡ്രസ്സും ഇല്ല. അവർക്ക് പുല്ല് വിലയാണ് നാട്ടിൽ. അങ്ങനെ നമ്മുടെ നായകൻ ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കളിച്ച് പുള്ളിയുടെ ക്രിക്കറ്റൊക്കെ കണ്ട് പിള്ളേരൊക്കെ ഫാനായിട്ട് പെദ്ദി ഇങ്ങനെ പിള്ളേരൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കും. അപ്പൊ ഈ കഥ ഫുള്ള് കാണിക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് മൂഡിലാണ്. നമ്മുടെ ബൊമ്മൻ ഇറാനി ഉണ്ടല്ലോ 3 Idiotsലൊക്കെ പ്രിൻസിപ്പൾ ആയിട്ടുള്ള. അപ്പൊ പുള്ളി ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിന്റെ ഒരാളാണ്. അപ്പൊ അങ്ങനെ പുള്ളി ഇവരുടെ ഈ സ്ഥലത്തിനടുത്തുള്ള നഗരത്തിൽ വരുമ്പോഴാണ് പിള്ളേരൊക്കെ പെദ്ദി എന്ന് പറയുന്നതിനെ കുറിച്ച് കേൾക്കുകയും പെദ്ദിയെ കാണണമെന്ന് പുള്ളിക്ക് ആഗ്രഹം തോന്നി. അങ്ങനെ പെദ്ദിയെ കാണാൻ പോകുന്നത്. അപ്പൊ ഈ പെദ്ദിയുടെ നാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഇയാളുടെ കഥ പറയുന്നതാണ് ഇതിന്റെ ഒരു പ്ലോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നായിക വരുന്നു, ആച്ചിയമ്മ, നമ്മുടെ ജാൻവി കപൂർ ചെയ്ത ക്യാരക്ടർ. എന്തിനോ വേണ്ടിയുള്ളൊരു ക്യാരക്ടർ. സാധാരണ തെലുങ്ക് പടത്തിലൊക്കെ ഉള്ള പോലെ തന്നെ ഒബ്ജക്ടിഫിക്കേഷൻ, സെക്ഷുവലൈസേഷൻ ഇതൊക്കെ തന്നെയാണ് ആച്ചിയമ്മയുടെ പ്രധാനപ്പെട്ട തൊഴിൽ. നായകൻ ഒബ്ജക്ടിഫൈ ചെയ്യാനും നാട്ടുകാർക്ക് സെക്ഷുവലൈസ് ചെയ്ത് കാണാനും ഉള്ളൊരു ക്യാരക്ടർ. അതിൽ നായകൻ പറയുന്നുണ്ട്, എനിക്ക് അവളുടെ മുഖം കണ്ടാൽ തിരിച്ചറിയത്തില്ല, പക്ഷെ അവളുടെ അരക്കെട്ട് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും, എന്റെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കുറെ ഡയലോഗ്സ്. പിന്നെ ഇങ്ങനൊരു തെലുങ്ക് പടമാണ്, 90-ലെ കഥയാണ്. അതുകൊണ്ട് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ ലോജിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് സിനിമ ഇരുന്ന് കണ്ടത്. ചുമ്മാ ഒരു എന്റർടൈനർ കാണാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നായകന്റെ ആഗ്രഹം തോന്നും ഈ ആച്ചിയമ്മേനെ കെട്ടിപ്പിടിക്കണം. അതിന് പറയുന്ന റീസണൊക്കെ കോമഡിയാണ്. അതായത് ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ അച്ഛൻ സമ്മതിക്കത്തില്ല, ഞാൻ അവളെ ഇഷ്ടമാണെന്ന് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് സമ്മതിക്കത്തില്ല. അപ്പൊ ഒന്ന് കെട്ടിയെങ്കിലും പിടിക്കാമല്ലോ. അപ്പം ഭയങ്കര വിയേർഡായിട്ടുള്ള റീസൺസ് ഒക്കെയാണ് പറയുന്നത്. പക്ഷെ തുടക്കത്തിലൊക്കെ എനിക്ക് കുറച്ചെന്തോ ഒരു വൈബ് തോന്നി കണ്ടോണ്ടിരിക്കാൻ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതിന്റെ പോസിറ്റീവ്സ് പറയുമ്പോൾ സിനിമാറ്റോഗ്രഫി നല്ല രസമുണ്ട്. അതുപോലെ തന്നെ BGM അത്യാവശ്യം കുഴപ്പമില്ലാതെ കേട്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ ഈ സ്ഥലങ്ങൾ കാണാൻ നല്ല രസമുണ്ട്. ഒരു മലയും അടിവാരവും നമ്മൾ ഈ ഫിക്ഷൻ സ്റ്റോറീസിലൊക്കെ കാണുന്ന പോലെയുള്ള നല്ല സ്ഥലങ്ങൾ, അതിന്റെ ആ ഒരു കളർ ടൂണും കളർ ഗ്രേഡിങ്ങും. അപ്പൊ അതൊക്കെ കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ഒന്നാമത് പുറത്ത് നല്ല മഴയാണ്. പിന്നെ അകത്ത് തിയേറ്ററിൽ ആപ്പാട് 4-5 പേരുള്ളതുകൊണ്ട് AC ഫ്രീസറിൽ ഇരുന്ന പോലെ ആയിരുന്നത്, നല്ല തണുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്ന് കണ്ടപ്പോൾ ഈ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു വൈബിൽ ഇങ്ങനെ അതൊക്കെ കണ്ടോണ്ടിരുന്നു. പിന്നെ ഈ സിനിമയിൽ ലോജിക്കില്ലാത്ത പടമാണ്, തെലുങ്ക് പടമാണ്, നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും പറയാണ്, തുടക്കത്തിൽ ആച്ചിയമ്മയ്ക്ക് വേണ്ടി ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ഈ പെദ്ദി എന്ന് പറയുന്ന ആൾ. ഡിങ്കം പോലും ഇങ്ങനെ പറക്കത്തില്ല, ശത്രുക്കളെയൊക്കെ എടുത്തോണ്ട് പറക്കുകയാണ്. അപ്പൊ നമ്മൾ കാന്താരക്കകത്തെ കണ്ടില്ലേ, വില്ലനെ കടിച്ചു പിടിച്ചോണ്ട് മരത്തിനകത്ത് മുകളിലേക്ക് കയറി പോകുന്നു. ആ രീതിയിലൊക്കെ വില്ലനെയൊക്കെ എടുത്തോണ്ട് പറക്കുക രാംചരൺ. അതൊക്കെ വൻ കോമഡി ആയി പോയി. തൊട്ട് കഴിഞ്ഞാൽ അപ്പൊ പറക്കും, അതാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കന്നഡ സൂപ്പർ സ്റ്റാർ ശിവരാജ് കുമാർ, ശിവണ്ണ, ഗൗർ നായിഡു എന്ന് പറയുന്ന ഒരു ഗുസ്തിയുടെ മാസ്റ്റർ ആയിട്ട് ആ നാട്ടിലേക്ക് വരുന്നത്. അപ്പൊ പിന്നീട് ഇവൻ അങ്ങേരടുത്ത് പോയി ഗുസ്തി പഠിക്കാൻ പോകുന്നു. അതൊക്കെ ആയിട്ടാണ് പിന്നെ അങ്ങോട്ട് കഥ ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. പല പല പെദ്ദി എന്ന് പറയുന്ന ആള് പല ക്യാരക്ടേഴ്സ് മാറിനകത്ത് പോകുന്നുണ്ട്. ആദ്യം ക്രിക്കറ്റർ ആവും, പിന്നെ ഗുസ്തിക്കാരനാവും, അത് കഴിഞ്ഞ് റണ്ണർ ആവും. അപ്പൊ പല വേഷങ്ങളിലാണ്. പിന്നെ നമ്മുടെ ഹരീഷ് പേരടി ഉണ്ട് ഈ മൂവിയിൽ, ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഒരു 2 സീനിൽ, അല്ല ഒരു സീൻ എന്തേ ഉള്ളൂ, ഒരു സീനിൽ. പിന്നെ ഇതിനകത്ത് മേക്ക് ഓവർ കൊണ്ട് എന്നെ ഞെട്ടിച്ചൊരാളെന്ന് പറയുന്നത് ജഗപതി ബാബുവാണ്, നമ്മുടെ ഡാഡി ഗിരിജ. പുള്ളി എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല.
പിന്നെ അത് കഴിഞ്ഞ് കണ്ണാടിയൊക്കെ ഒരു ക്ലോസ് അപ്പ് ഷോട്ടൊക്കെ കണ്ടപ്പോഴും ഇയാളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ജഗപതി ബാബു അല്ലേ എന്ന് തോന്നിയത്. അപ്പോൾ പുള്ളി ചെയ്തേക്കുന്ന റോൾ എന്ന് പറയുന്നത് അപ്പള സൂരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം പുള്ളിയുടെ അഭിനയവും പുള്ളിയുടെ മേക്കവറും എല്ലാം നന്നായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ടോട്ടലി നല്ലൊരു ക്യാരക്ടറായിരുന്നു ജഗപതി ബാബു ചെയ്ത. തമ്മിൽ വേദം തൊമ്മെന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ ഉള്ളതിൽ ഇച്ചിരി ബെറ്റർ ജഗപതി ബാബു ആയിരുന്നു. പിന്നെ ഒരുപാട് ചൈനീസ് മൂവി റെഫറൻസ് നമ്മൾ കണ്ട് വെറുത്തിട്ടുള്ള കുറേ റെഫറൻസ് ഒക്കെ ഉണ്ട്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ചൈനീസ് മൂവിയിൽ ഒരു മാസ്റ്ററിൻ്റെ അടുത്ത് കുങ്ഫു പഠിക്കാൻ ചെല്ലും. കുങ്ഫു പഠിക്കാൻ ചെല്ലാൻ നേരത്ത് ആ മാസ്റ്റർ കുങ്ഫു പഠിപ്പിക്കില്ല, അതിന് പകരം കുറേ ജോലികൾ കൊടുക്കും. അപ്പോൾ ഈ കുറേ നാളിങ്ങനെ ജോലി ചെയ്യിപ്പിച്ച് കഴിയുന്ന നേരത്ത് ഈ ശിഷ്യൻ ചോദിക്കും, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇത്രയും നാളായി, നിങ്ങൾ എന്നിട്ട് എന്നെ എന്ത് പഠിപ്പിച്ചു, നിങ്ങൾ എന്നെ ഇവിടെ കിട്ടി ജോലി ചെയ്യിപ്പിക്കല്ലേ എന്ന് പറയും. അപ്പോൾ മാസ്റ്റർ ഇങ്ങനെ കുറേ അടിയും തടിയായി കാണിക്കും. അപ്പോൾ അതെല്ലാം ഇവൻ ഈ ജോലി ചെയ്ത രീതിയിൽ തന്നെ തടുക്കും. അപ്പം എന്നിട്ട് മാസ്റ്റർ പറയും, നിന്നെ ഞാൻ ജോലി ചെയ്യിപ്പിച്ചത് ആയോധനകല പഠിപ്പിക്കുമായിരുന്നു, അതായത് ഈ കാര്യങ്ങളൊക്കെ ഇന്ന ബ്ലോക്കിനും ഇന്ന ഫൈറ്റിനും ഒക്കെ വേണ്ടിയിട്ടാണെന്ന് പറയുന്ന അങ്ങനെ ഒരു ചൈനീസ് മൂവിയുണ്ട്. സെയിം സാധനം തന്നെ ബാഗി എന്ന് പറയുന്ന ടൈഗർ ഷ്രോഫിന്റെ ഒരു സിനിമയിലും കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതേ സാധനം തന്നെ വീണ്ടും എടുത്ത് കോപ്പി അടിച്ച് ഇതിനകത്തും കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ആലോചിച്ചത് രാംചരൺ ഈ സിനിമ എന്തിനെടുത്തു എന്നുള്ള, എന്ത് കാര്യമായിരുന്നു രാംചരൺ ഈ സിനിമ എടുക്കേണ്ടത്. ബുച്ചി ബാബു സന എന്ന് പറയുന്ന ആളാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. AR റഹ്മാന്റെ മ്യൂസിക്കും. ഞാൻ പറഞ്ഞില്ല, ആ ഒരു AR റഹ്മാന്റെ ആ ഒരു മ്യൂസിക് ഉള്ളതുകൊണ്ട് മാത്രമാണ് പല സീൻസ് നമുക്ക് കണ്ടിരിക്കാൻ ആ ഒരു വൈബ് കിട്ടിയ AR റഹ്മാന്റെ മ്യൂസിക് ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ ഗുസ്തി മാസ്റ്റർ, അതായത് ശിവണ്ണ ചെയ്ത ക്യാരക്ടർ ഗൗർ നായിഡു, അയാളുടെ ഒരു ശിഷ്യനായിട്ടൊരു ഒരാളുണ്ട്, വീരഭദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് ഡബ് ചെയ്തിരിക്കുന്ന നമ്മുടെ ബാഹുബലിക്കും KGF റോക്കി ബോയ്ക്കും ഒക്കെ ഡബ് ചെയ്തിട്ടുള്ള ആളാണ്. ആ സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇവൻ റെസ്ലിങ്ങിന് പഠിക്കുന്ന സീനുണ്ട്. അപ്പോൾ ഇവൻ റെസ്ലിങ്ങിന്റെ ചരിത്രമൊക്കെ പറയുമ്പം പൊമ്മൻ റാണി കിടന്ന് അവിടെ വേറെ ഏതോ സ്ഥലത്ത് കിടന്ന് എന്തൊക്കെയോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇടുന്നു. മൊത്തത്തിൽ അതൊക്കെ കണ്ടപ്പോൾ തലവേദന എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സാന്നിധ്യം രാജീവ് പിള്ള വരുന്നു. രണദേവ് സിസോഡിയ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ ഒരു വലിയ ഗുസ്തിക്കാരന്റെ ശിഷ്യനായിട്ട് രാജീവ് പിള്ള വരുന്നുണ്ട്. രത്തൻ സിസോഡിയ. രാജീവ് പിള്ളയും ഒരു 2-3 സീനിലേ ഉള്ളൂ. അങ്ങനെ ടോട്ടലി 3 മണിക്കൂർ 2 മിനിറ്റുള്ള ഈ സിനിമയിൽ ആ കുറേയൊക്കെ സീനറിയും AR റഹ്മാന്റെ മ്യൂസിക്കും ഉള്ളതുകൊണ്ട് മാത്രം കണ്ടിരുന്നൊരു സിനിമ. അവസാനമൊക്കെ ആയപ്പോൾ നല്ല രീതിയിൽ ബോറടിച്ചു. കാരണം അവസാനമൊക്കെ ആയപ്പോൾ ഞാൻ എന്തിനാണ് ഇത്, കഥ ഇല്ലാഞ്ഞിട്ടാണോ അതോ കഥ എന്തെങ്കിലും ഒരു സിനിമ ചെയ്യാൻ വേണ്ടി കഥ ഉണ്ടാക്കിയാണോ ഇങ്ങനെ വലിച്ചടച്ച് അങ്ങോട്ട് വളച്ച് എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകേണ്ട കാര്യം എന്തായിരുന്നു? പിന്നെ തെലുങ്കോടമാണ്, ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും തെലുങ്കന്മാർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പടം ഫ്ലോപ്പ് ആയിരിക്കും മിക്കവാറും. എനിക്കെന്തായാലും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല മൊത്തത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ആ ഒരു സീനറി കണ്ടിരിക്കാൻ രാവിലെ ആ ഒരു മഴ വൈബിൽ നല്ല തണുപ്പിൽ ആ ഒരു സീനറിയും AR റഹ്മാന്റെ മ്യൂസിക്കൊക്കെ കണ്ടിരിക്കാൻ കൊള്ളായിരുന്നു. ആ ഒരു ഫസ്റ്റ് ഹാഫ് അതേ ഉള്ളൂ. അല്ല മൊത്തത്തിൽ എന്താ പറയണ്ടേ, പറ്റിപ്പോയി. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഐ എം ആദിൽ ഹുസൈൻ സൈനിങ് ഓഫ്. സിനിമയോ ഉള്ളില്ല, ഞാൻ നിങ്ങൾക്ക് ആലപ്പുഴയിലെ കുറച്ച് സീനറി കാണിച്ചു തരാം.